എന്തോന്നാ ഒരു വൃത്തികെട്ട പുഞ്ചിരി? ഓ, ഞാൻ ഓരോന്നൊക്കെ അങ്ങ് ഓർത്തു പോയതാ. നിഖിലിന് കൂട്ടായിട്ട് നിള, രാജയ്ക്ക് കൂട്ട് മീര. അവിടിപ്പോ കൂട്ടില്ലാത്ത ഒരാളല്ലേ ഉള്ളൂന്ന്. ഓർമ്മ പോയൊരു പോക്കേ. അത് ഓർക്കണ്ട കേട്ടോ. നിഖിലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. നിലയെ വിളിച്ചു നോക്കാം. സോന, ഞാൻ ബാബുജിയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതാണേ. എന്തു പറ്റി ബാബുജിക്ക്? ചെക്കപ്പിന് വന്നതാ. വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു അബദ്ധം പറ്റി. എന്നൊന്ന് ഹെൽപ്പ് ചെയ്യോ? എന്താ? ഡോക്ടറെ കാണിക്കേണ്ട ഒരു അത്യാവശ്യ പേപ്പർ എടുക്കാൻ മറന്നുപോയി. ബാബുജിയുടെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന റെഫറൻസാ. ഒന്നെടുത്ത് എന്റെ വാട്സപ്പിലേക്ക് ഒന്ന് അയച്ചുതരോ? അതിനെന്താ, ഞാൻ അയക്കാം. ബാബുജിയുടെ റൂമിലെ ഷെൽഫിന്റെ താഴെയുള്ള റോയിൽ ഇരിപ്പുണ്ട്. രാവിലെ എടുത്തു വെച്ചതാ. ഇങ്ങോട്ട് പോകുന്ന സമയത്ത് എടുക്കാൻ മറന്നുപോയി. കുഴപ്പമില്ല, ഞാൻ എടുത്ത് സെൻഡ് ചെയ്തേക്കാം. അതെ, ഫ്ലാറ്റിന്റെ താക്കോല് പുറത്ത് കാർപ്പറ്റിന്റെ അടിയിലുണ്ട്. ശരി ശരി. സോന, ഞാൻ അയച്ചിട്ടുണ്ടേ. ബാബുജി, നിഖിലിന്റെ അച്ഛൻ. നിഖിലിന്റെ അച്ഛൻ.
എപ്പോ വന്നു? ദാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. സോനയോടെല്ലാം തുറന്ന് ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, സോനയ്ക്കെല്ലാം ചിലപ്പോ അറിയണമെന്നില്ല. ഇന്നലെ ആ ഫോട്ടോ കാണാതിരിക്കൂ? എങ്ങനെ അറിയാൻ കണ്ടിട്ടുണ്ടോന്ന്? ഇനി ചിലപ്പോ കണ്ടിട്ടില്ലെങ്കിലോ? എന്താ ആലോചിക്കുന്നേ? ബാബുജിയുടെ കെയർ ടേക്കറായിട്ട് എത്ര നാളായി? 3 വർഷം. അതിനു മുൻപുള്ള ബാബുജിയുടെ ജീവിതം എങ്ങനെയായിരുന്നു? അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. എന്താ അങ്ങനെ ചോദിച്ചേ? വെറുതെ. ബാബുജിയുടെ വീട്, കുടുംബം, ബന്ധുക്കൾ ഒന്നിനെ കുറിച്ചും അറിയില്ലേ? ഇല്ല. ബാബുജിയുടെ പഴയ ഫോട്ടോസ് വല്ലതുണ്ടോ? ഈ ഫാമിലി ഫോട്ടോ? എന്റെ അറിവിലില്ല. ഞാൻ കണ്ടിട്ടുമില്ല. അല്ല, നീളേന്താ പതിവില്ലാതെ ഇതൊക്കെ ചോദിക്കുന്നേ? ഒന്നും ഉണ്ടായിട്ടല്ല, വെറുതെ അറിഞ്ഞിരിക്കാൻ വേണ്ടി. എന്തിനായിരിക്കും ബാബുജിയുടെ ഡീറ്റെയിൽസ് ചോദിച്ചത്? നിലയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് തുറന്നു ചോദിക്കായിരുന്നില്ലേ? ചായ. എന്താ നീ കൊണ്ടം ചെവി നിൽക്കാൻ മോറ്റ്. ചായ കുടിക്കാൻ. അതിന് ഞാനിപ്പോ ചായ വേണോന്ന് പറഞ്ഞില്ലല്ലോ. ഏലക്ക ഇട്ടതാ. ആ, എന്നാ പിന്നെ കുടിച്ചേക്കാം. ഇങ്ങതാ. ഞാൻ കുടിച്ചതാ. ഒരു സിപ്പ് എടുക്ക്. ദോഷം പറയരുതല്ലോ. കൊള്ളാം, നല്ല ചായ. പിന്നെ എനിക്കൊന്ന് പുറത്തു പോണമായിരുന്നു. എന്തിന്? കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ലിസ്റ്റ് താ, ഞാൻ വാങ്ങിക്കൊണ്ട് വരാം. അതുപോരാ, എനിക്ക് എന്റേതായ ചില സാധനങ്ങളൊക്കെ വാങ്ങണം. നിഖില് തനിച്ചു പോയാൽ ശരിയാവില്ല. എന്റെ കൂടെ വന്നാ മതി. അതിന് സമയമില്ല, ഓഫീസിലെ കുറച്ച് പണിയുണ്ട്. അതാണ് എന്റെ ആവശ്യം. അപ്പൊ പിന്നെ എങ്ങനെയാ? നീ ഒരു ഊബർ വിളിച്ച് തനിയെ പോയിട്ടോ. അതെ, അമ്മയും കൂടെ കൂട്ടിക്കോ. മീരാമ്മ രാജ് കിച്ചണിൽ പോയി. അതെ നിഖിലേ, പറയടി, ഇൻട്രോ കൂടാതെ. എന്തായാലും പുറത്തു പോവല്ലേ? ആ വഴിക്ക് ഒന്ന് ചെമ്പകശ്ശേരിയിലും കയറിയാലോ? അതെന്തിനാ ഇപ്പൊ നിന്റെ വീട്ടിൽ പോകുന്നേ? കുറച്ച് ദിവസമായില്ലേ പപ്പൂസിനെ അമ്മയൊക്കെ കണ്ടിട്ട്. അവർക്ക് എന്തു തോന്നുന്നു? അവർക്കേ ഒന്നും തോന്നില്ല. നിനക്കെന്തോ തോന്നിയിട്ടുണ്ട്. അതാണിപ്പോ വീട്ടിൽ പോകണമെന്ന് പ്ലാൻ ഇട്ടത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നിന്റെ പപ്പൂസിനെ വിളിച്ച് പറ കാറുമായിട്ട് വരാൻ. ഷോപ്പിംഗ് നടത്താം, വീട്ടിലും പോ. ഞാൻ വിചാരിച്ചത് തന്നെ നീ പറഞ്ഞു. താങ്ക്സ്. ഒന്ന് നിന്നേ. ഉറക്കം വരാറില്ലെന്ന ബാബുജി പറയുന്നത്. ഡോക്ടർ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഉറങ്ങാനുള്ള ഗുളിക അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. അതിന് പരാതി പറയാ. അതിലൊരു പ്രശ്നമുണ്ടല്ലോ ബാബുജി. ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങിയാൽ അത് പിന്നെ ഒരു ശീലോ. പിന്നെ മരുന്നുണ്ടെങ്കിലേ ഉറക്കം വരൂ എന്നൊരവസ്ഥയാവും. ഒരുതരം അഡിക്ഷൻ. അതുകൊണ്ടാണ് കഴിവതും ഗുളിക ഒഴിവാക്കണം എന്ന് ഞാൻ പറയുന്നത്. പിന്നെ ഉറക്കം തീരെ കുറവാണെങ്കിൽ മരുന്ന് കഴിക്കാതെ വേറെ നിവർത്തിയില്ലല്ലോ. രാത്രിയിൽ നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിൽ
പെറ്റുന്നതിന്റെ അസ്വസ്ഥതയുണ്ട്. മുൻകോപം അല്പം കൂടും. അറിയാം, ഈ പ്രായത്തിലുള്ള ഒരാളെ ദിവസവും 8 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്ന്. മനസ്സിനും ശരീരത്തിനും ഒരുപക്ഷെ വിശ്രമം കിട്ടും സുഖനിദ്രയാണെങ്കിൽ. മനസ്സ് ചിലപ്പോ സ്വപ്നലോകത്തിൽ സഞ്ചരിച്ചാലും ഉറങ്ങുന്ന ഒരു വ്യക്തിയുടെ ശരീരം പൂർണ്ണ വിശ്രമത്തിലായിരിക്കും. ആട്ടെ, ബാബുജി സ്വപ്നം കാണാറുണ്ടോ? എന്തെങ്കിലും സംഭവങ്ങളോ അതോ ഏതെങ്കിലും വ്യക്തികളോ? ബാബുജിയുടെ സ്വപ്നത്തിൽ എന്തൊക്കെയായിരിക്കും വരുന്നത്? പറയൂ ബാബുജി. ഉണ്ണിത്താ സാറ് വാ. അതെ, ഇത്രയും സസ്പെൻസ് മതി. ഓവറാക്കാതെ കാര്യം എന്താന്ന് പറ. നമ്മൾ ഇന്ന് ചെമ്പകശ്ശേരിയിലേക്ക് പോകുന്നില്ല. പണ്ടേ സർപ്പകാവും വെച്ചാരാധനുള്ള തറവാടാണ് സാർ ഇത്. മോൾക്ക് വിശേഷമുണ്ടായ സർപ്പപ്പാട്ട് നടത്താമെന്ന് നേർച്ചയുണ്ടായിരുന്നു. അതിന്ന് ഇവിടെ വെച്ച് നടത്തുക. അയ്യോ, ഇന്നോ? അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു കഴിഞ്ഞു. പുള്ളുവൻ പാട്ടിനുള്ള ആളുകൾ വൈകുന്നേരം എത്തും. അപ്പോ നിളയുടെ അമ്മയപ്പോ വരും? അമ്മ ഇങ്ങോട്ട് വരുവോ പപ്പുസേ? അതിലൊരു വിഷയമുണ്ട് സാർ. എന്റെ അച്ഛൻ പണ്ടെപ്പോഴോ ഹേമലതയെ കുറെ വഴക്ക് പറഞ്ഞു. അതിൽ പിന്നെ അവൾ ഈ തറവാട്ടിലേക്ക് കയറില്ലെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് സാർ. വെറും വാശി. അതൊന്നും സാരമില്ല. നീളയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം സർപ്പപ്പാട്ട് സമയത്ത്, അത്രയേ ഉള്ളൂ. നിഖിലിനെ വിളിച്ചു വരുത്താം, അയാൾ വേണം. പിന്നെ കാർണവരുടെ സ്ഥാനത്ത് ഉണ്ണിത്താ സാറും ഉണ്ടല്ലോ. നേർച്ചയാണ്, മുടക്കാൻ പാടില്ല. ഇത് നേരത്തെ പറഞ്ഞില്ലല്ലോ. ഞാനൊരു മുണ്ട് പോലും എടുത്തില്ല. മുണ്ടൊക്കെ ഇവിടെ ഉണ്ട്. ദേ, ആ മുറിയിൽ എല്ലാം റെഡിയാണ്. വന്നേ, വാ. വൈകിട്ട് പാട്ടും പൂജയൊക്കെ ആയാ പിന്നെ സമയം കിട്ടില്ല. പപ്പൂസിനോട് ഇപ്പൊ തന്നെ നിഖിലിന്റെ അച്ഛന്റെ കാര്യം പറയണം. വാ. പപ്പൂസേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നിഖിലിനെ വിളിക്കുന്ന കാര്യമാണോ? ഞാൻ വിളിച്ചു പറയാം. അതല്ല, മറ്റൊരു വിഷയം. വന്നേ. എന്താടാ? പപ്പൂസേ, നിഖിലിന്റെ അച്ഛൻ മോളെ, മണിക്കുട്ടിയേ. എന്താ? മാറ്, ഞാനൊരു ആവശ്യത്തിന് ഇറങ്ങിയതാ. ഞാനും ഒരാവശ്യത്തിന് ഇറങ്ങിയതാ. നിങ്ങൾ ഒരുമാതിരി ഗുണ്ടായസം കാണിക്കാതെ ചാവിയതാ. എന്റെ കൈ കാശൊന്നുമില്ല. അപ്പുറത്തെ ATM ഉണ്ട്, എടുത്തു തന്നാ മതി. അതിന് അക്കൗണ്ടിൽ പണം വേണ്ടേ? കാണുമ്പോ കാശ് തരാന്ന് ഞാൻ വാക്ക് തന്നിട്ടുണ്ടോ? ചോദ്യം ഉത്തരവൊക്കെ പിന്നെ. ക്യാഷ് ആയിട്ടില്ലെങ്കിൽ സ്വർണം എന്തെങ്കിലും താ. മാലയോ മോതിരമോ അങ്ങനെ എന്തെങ്കിലും. ഞാനത് പണമാക്കിക്കോളാം. ഇല്ല, ഉണ്ടെങ്കിൽ തരാനും മനസ്സില്ല. ഞാനൊരു നല്ല കാര്യത്തിന് പോകാൻ ഇറങ്ങിയതാ. വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പ്രിൻസ് മാറിയേക്ക്. താനിതെന്താ കാണിക്കുന്നത്? ഇപ്പം മാറിയേക്കാം. ഇങ്ങ് തരാനല്ലേ പറഞ്ഞത്? ഒരു മിനിറ്റ്. ഇങ്ങോട്ട് എടുക്കണോ? ഓർമ്മ. ഹലോ, ബാബുജി അന്വേഷിക്കുന്നു. ഒന്നിങ്ങോട്ട് വരുമോ? ഞാൻ ഫ്ലാറ്റിലില്ലല്ലോ. ഇവിടെ നിലയുടെ അച്ഛന്റെ തറവാട് വരെ വന്നതാ. എന്താ? ബാബുജി അങ്കിൾ എന്നെ അന്വേഷിക്കുന്നുവെന്ന്. വരാൻ ലേറ്റ് ആവോ? അയ്യോ, ഇന്നിനി ഞാൻ വരില്ല. ഇവിടെ ചില പൂജകളും മറ്റുമുണ്ട്, അതിന് വന്നതാ. അങ്കിളിന്റെ അസുഖവും മറ്റുമാണോന്ന് ചോദിക്കും. അല്ല, അങ്കിളിന് എന്തെങ്കിലും അസുഖമുണ്ടോ? അല്ലല്ല, നിഖിലിനൊന്ന് കാണണമെന്ന് പറഞ്ഞു. നാളെ വരാം ഞാൻ. ശരി. നാളെ അവര് തറവാട്ടിന്ന് വരുള്ളൂന്ന്. അസുഖമായിട്ടൊന്നുമില്ല, വെറുതെ കാണാൻ വേണ്ടിയാ. ഞാനങ്ങനെ ഓരോന്ന് പറഞ്ഞ് ബോറടി മാറ്റുമല്ലോ.
മകൻ അടുത്തുണ്ടാവണമെന്ന് അച്ഛന്റെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ആർക്കറിയാം എന്താണെന്ന്. അപ്പൊ തുടങ്ങിക്കോളൂ. നീ എപ്പോഴെങ്കിലും ഇങ്ങനെയൊന്നും തുള്ളിയിട്ടുണ്ടോ? ഇല്ല. പണ്ടിങ്ങനെ നാഗപ്പാട്ട് നടത്തിയ സമയത്ത് സർപ്പങ്ങൾ വന്നതായി കേട്ടിട്ടുണ്ട്. ചിലപ്പോ ഐതിഹ്യങ്ങളായിരിക്കും. എന്നാലും അതിനെ ഒന്നും അവഗണിക്കേണ്ടതില്ല. പക്ഷേ എന്റെ കല്യാണം മനസ്സിൽ മാത്രമേ നടന്നുള്ളൂ. മീരയെ കെട്ടിയത് അരവിന്ദ് രാജ. വല്ലാത്തൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയി പോയി. അതായത് അയാൾക്ക് അവിടെ കയറി പറ്റാനുള്ള ഒരു തന്ത്രമായിട്ട് രാജ രഘുനന്ദ മാഷിനെ ഉപയോഗിച്ചു. എന്നുവെച്ചാ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യിക്കുന്ന പോലെ. പ്രിൻസേ, അല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. പെട്രോൾ പമ്പ് നടത്തി അന്തസ്സായിട്ട് ജീവിച്ചിരുന്ന രഘുനന്ദ മാഷിനെ ശരിക്കും ഇൻസൾട്ട് ചെയ്യുമായിരുന്നു അരവിന്ദ് രാജ. പോരാത്തന് കൊതിപ്പിക്കുകയും ചെയ്തു. അയാളും മീരയുമായിട്ടുള്ള കല്യാണം മുടക്കാൻ വേണ്ടിയാ തട്ടിക്കൊണ്ടുപോകൽ നടത്തിയത്. ഇവരുടെയൊക്കെ പിടിപ്പേട് കൊണ്ട് അത് പാളി. എന്റെ ശുഷ്കാന്തി കുറവുണ്ടല്ല അരവിന്ദ രാജ രക്ഷപ്പെട്ടത്. ആ സിനിമാ നടി പ്രയാഗ മാത്തിനാണ് ചതിച്ചത്. ചതിച്ചതാരായാലും നമ്മുടെ കാശ് പോയി. കാര്യോട്ട് നടന്നതുമില്ല. മീരയും രാജയും ഭാര്യ ഭർത്താക്കന്മാരായി ഞെളിഞ്ഞ് നടക്കുകയും ചെയ്തു. അല്ല മാഷേ? ആന്നേ. ആ, എന്നോടിപ്പോ വരാൻ പറഞ്ഞ എന്തിനാ? അത് കേക്കട്ടെ. പറയാം. അരവിന്ദ് രാജയെ തട്ടിക്കൊണ്ടു പോകാനും വില പേശാനും ഒക്കെ ഞങ്ങളുടെ കൂടെ നിന്നവനാ നിഖില്. ആ കല്യാണം നടക്കരുത്. അതായിരുന്നു നിഖിലിന്റെ അജണ്ട. എന്നിട്ടിപ്പോഴവൻ നല്ല പിള്ളയായി. അതെ, കാരണമുണ്ട്. മീരയുടെ കെട്ടിയവനാണല്ലോ ഇപ്പൊ അരവിന്ദ് രാജ. രാജയ്ക്ക് കൊണ്ട മീരയ്ക്ക് നോവും. അത് അമ്മച്ചിയുടെ പൊന്നുമോന് സഹിക്കത്തില്ലല്ലോ. അതുകൊണ്ടാ രാജയെ വെറുതെ വിടണമെന്ന് നമ്മളോട് നിഖില് പറഞ്ഞത്. എന്നുവെച്ചാ താക്കീതിന്റെ ഭാഷയിൽ ആവശ്യപ്പെട്ടു. പക്ഷേ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ആ കുടുംബത്തിൽ അന്തഛിദ്രം ഉണ്ടാക്കണം. ഞാനെന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ അത് കുറെ കൂടി സ്ട്രോങ് ആയിട്ട് തുടർന്ന് വരൂ ഡോക്ടർ. രാവിലെ മുതൽ ബാബുജി ഡോക്ടറെ കാത്തിരിക്കായിരുന്നു. ആഹാ, എന്നിട്ട് ആളെവിടെ? ഉറക്കമായോ? ഇല്ല, ഞാൻ വിളിക്കാം. ഔഷധങ്ങൾ ഇവിടെ വെച്ചോട്ടെ? ആ, വെച്ചോളൂ. ബാബുജി എന്തു പറയുന്നു? രാവിലെ എന്നോടൊന്ന് പിണങ്ങിയിരിക്കുക. പിണക്കോ? ഏയ്, ബാബുജിക്ക് അങ്ങനെയൊന്നുമില്ല. ആര് പറഞ്ഞു? ശാഠ്യം തുടങ്ങിയ ചെറിയ കുട്ടികളെ പോലെയാ. ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടറുടെ ആശുപത്രിയിലേക്ക് വരുന്ന പ്രശ്നമില്ലെന്നായിരുന്നു ഇന്നത്തെ വാശി. ഓഹോ, അത് ഫോൺ ചെയ്തപ്പോ സോന പറഞ്ഞല്ലോ. ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നെങ്കിലും അതൊരു ആശ്രമം പോലെയാണ് ബാബുജി. ശാന്തമായ സ്ഥലം. എത്ര ദിവസം താമസിച്ചാലും മടുപ്പ് തോന്നുന്നില്ല. അതുകൊണ്ടൊന്നും അല്ലാന്ന്. ഇവിടെ മതി ചികിത്സയെന്ന്. ഈ ഫ്ലാറ്റ് വിട്ട് എവിടേക്കും ഇല്ലാന്ന്. ഇവിടെ മതി. ബാബുജിന് ഇഷ്ടം പോലെ ആയിക്കോട്ടെ. മനസ്സുകൊണ്ട് ബാബുജി അടുപ്പിച്ചു നിർത്തുന്ന എന്തോ ഒരു പ്രത്യേകത
ഈ ഫ്ലാറ്റിലും ഇവിടുത്തെ അന്തരീക്ഷത്തിലും ഉണ്ടായിരിക്കാം. പുറത്തോട്ട് വരൂ. നാല് 5 കുറച്ചുകൂടെ പതുക്കെയാണ്. 6 7 8 മലദൈവങ്ങളെ, 9 നിഖിലെന്ന് സങ്കല്പിച്ച് വാഴയിൽ ശൂലം തറച്ചു. പ്രതീകാത്മകമായ ഒരു ചടങ്ങ്. എനിക്കറിയായിരുന്നു ഇതിങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. അതെ അതെ, പേടിച്ച് മുള്ളിക്കാണും. ഇനി അറിഞ്ഞെടുക്ക്. അത് മുഴുവനും എനിക്കുള്ളതാണോ? ആണല്ലോ, മൊത്തവും തരാം. അയ്യേ, അതിൽ കൈ മുക്കുന്നു. കള്ളല്ലേ, അത് കുഴപ്പമൊന്നുമില്ല. കള്ളൊഴിക്കാൻ പോവാണേ. ഞാൻ തന്നെ ഒഴിച്ചു കുടിച്ചോളാം. അല്ല, അത് മൂപ്പനാ ചെയ്യേണ്ടത്. സാറൊന്ന് പ്രാർത്ഥിച്ചു നിൽക്കൂ. ഓ, ആയിക്കോട്ടെ. മലദൈവങ്ങളെ, മലദൈവങ്ങളെ. ഇതും സിംബോളിക് ആയിരുന്നോ? ഇനി അറിഞ്ഞെടുക്ക്. ഇനിയും ചടങ്ങുകളുണ്ടോ മൂപ്പ? ദാ കഴിഞ്ഞു, ഇതുകൂടെ ഉള്ളൂ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ സത്യം, എനിക്ക് പപ്പോസ് അല്ലാതെ മറ്റാരുമില്ല ഇക്കാര്യം ഷെയർ ചെയ്യാൻ. ഇത് ഒരു ഊരാ കൊടുക്കാണ്. മുകുന്ദൻ നോർമലായ ഒരു അവസ്ഥയിലായിരുന്നെങ്കിൽ. എന്നാലും പ്രശ്നമാണ്. മീര പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയല്ലേ. കുറെ ദൂരം ആ ജീവിതത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മുകുന്ദനാണെങ്കിൽ വീൽ ചെയറിനെ ആശ്രയിച്ച് ജീവിക്കുന്നു. എപ്പോ സുഖപ്പെടുമെന്നോ ഇനി പൂർണ്ണമായിട്ട് ആരോഗ്യം വീണ്ടും കിട്ടുമെന്നോ ഒന്നും നമുക്കറിയില്ല. ആയുർവേദ ചികിത്സ കൂടി ഉദ്ദേശിച്ചാണല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതൊരു സാധാരണ അസുഖമല്ലല്ലോ മോളെ. ചികിത്സാ കാലാവധിയെപ്പറ്റി മുൻകൂട്ടി ഒരു വിലയിരുത്തൽ നടത്താൻ. എന്താ നിഖിലിന്റെ അച്ഛന് സംഭവിച്ചെന്ന് പോലും അറിയാൻ നിവർത്തില്ല. സോന കെയർടേക്കറായി വരുന്ന സമയത്തെ അദ്ദേഹം ഇങ്ങനെയായിരുന്നു എന്നാ പറഞ്ഞത്. സോന വന്നിട്ടിപ്പം 3 കൊല്ലം കഴിഞ്ഞതേ ഉള്ളൂ. പെട്ടെന്ന് മുകുന്ദന്റെ മുന്നിലേക്ക് ചെന്ന് ഇത്രയും നാൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. ചോദിച്ചിട്ട് കാര്യവുമില്ല. എന്താ പപ്പൂസ് ഇപ്പൊ ചെയ്യണ്ട? അതാ ഞാനും ഇപ്പൊ ആലോചിക്കുന്നത്. ഡോക്ടർ നമ്പീശനല്ലേ മുകുന്ദനെ ചികിത്സിക്കുന്നത്?
അദ്ദേഹത്തെ മോക്ക് പരിചയമുണ്ടോ? ഇല്ല, നിഖിലിനറിയാം. ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരേ ഒരാൾ ഡോക്ടർ നമ്പീശന. വെറുതെ രോഗികളെ ചികിത്സിച്ചിട്ട് പണം വാങ്ങുന്ന ഒരു സാധാരണ ഡോക്ടറല്ല അദ്ദേഹം എന്ന് കേട്ടിട്ടുണ്ട്. പേരുകേട്ട ആളല്ലേ. ഡോക്ടറുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കണം. കുറെ മാസങ്ങൾക്ക് മുൻപാണ് നിഖിലിന്റെ അച്ഛൻ വന്നിരുന്നതെങ്കിൽ എങ്കിലെന്താണ്? മീരാമ്മയുടെ കല്യാണത്തിന് മുൻപ്. അതിനി ആലോചിച്ചിട്ട് കാര്യം എന്താ? ഡോക്ടർ നമ്പീശനെ കാണണം. അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാം. അതേ ഇനി നമ്മുടെ മുന്നിൽ വഴിയുള്ളൂ. ഉപ്പ് നോക്കുന്നവര് അഭിപ്രായവും പറയണം. ഉപ്പ് ഒട്ടും കൂടുതലല്ല, പക്ഷേ എരിവ് എരിവ് കൃത്യമാണ്. അതങ്ങനെയല്ലേ വരൂ. ഒരു സെലിബ്രിറ്റി ഷെഫിന്റെ ഭാര്യയല്ലേ ഉണ്ടാക്കിയത്. ഭാര്യ കുക്കിങ്ങിൽ ഭർത്താവിനെ കടത്തിവിട്ടോ എന്നൊരു സംശയം എനിക്കിപ്പോ ഇല്ലാതില്ല. അത്രയ്ക്കങ്ങനെ പുകഴ്ത്തണോ രാജു? വെറും പുകഴ്ത്തലല്ല രാജു. താൻ ഏതൊരു വിഭവം ഉണ്ടാക്കിയാലും അത് സംതിങ് സ്പെഷ്യൽ ആയിരിക്കും. തന്നെ പോലെ തന്നെ. ഇന്നുണ്ടാക്കിയ സ്റ്റൂവില് തേങ്ങാപ്പലിത്തിരി കൂടിപ്പോയോന്നൊരു സംശയം. അധികം വന്നാ കളയണോലോന്ന് പേടിച്ച് ഞാൻ മുഴുവനും അങ്ങ് ചേർത്തു. ആണോ? എങ്കിലിനി തേങ്ങാപ്പാൽ അധികം വന്നാ ടെൻഷൻ വേണ്ട. ഒന്നാം തരം ഒരു സാധനം അതുകൊണ്ടുണ്ടാക്കാം. ഹെൽത്ത് ടിപ്പാണോ? നിങ്ങൾ ഒരു ഫ്ളാറ്റിൽ നേരെ താഴെയും മുകളിലുമുള്ള ഫ്ലോറുകളിൽ താമസിക്കുന്നവരാ. മിക്കവാറും മുകുന്ദനെ കാണാനുള്ള സാധ്യത നിലയ്ക്ക് കൂടുതലായിരിക്കും. മനസാന്നിധ്യം കൈവിടരുത്. എപ്പോഴെങ്കിലും ആവേശം തോന്നിയിട്ട് അല്ലെങ്കിൽ സെന്റിമെന്റ്സ് കൂടിയിട്ട് എല്ലാം വെളിപ്പെടുത്തി കളയാം എന്ന് വിചാരിക്കരുത്. തുടർന്നുണ്ടാകുന്ന സംഭവങ്ങൾ ചിലപ്പോൾ നമ്മുടെ കൈകളിൽ നിൽക്കണമെന്നില്ല. മനസ്സിലായി ഡോക്ടർ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്. ഡോക്ടർ, ഇതെന്റെ അച്ഛനാണ്, രവിശങ്കർ. ഹലോ, ഡോക്ടർ നമ്പീശൻ. മോൾ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നെ വിവരങ്ങൾ ധരിപ്പിക്കാനുള്ള തീരുമാനം നന്നായി. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയും. ഡോക്ടർക്ക് പോയിട്ട് തിരക്കുണ്ടെന്ന്. ശരി, ആയിക്കോട്ടെ. ശരി, അപ്പൊ സിയോ. എന്നാ പപ്പുസേ നമുക്കും പോവാം. ഇരി, ഒരു കോഫി കഴിച്ചിട്ട് പോ. ഡോക്ടർ വളരെ ഡീറ്റെയിൽഡ്